ചെരിപ്പ് ചുമന്നിടുവാനില്ല യോഗ്യത. വല്ലഭാവിന്റെ ചെരിപ്പ് ചുമന്നിടുവാനില്ല യോഗ്യത. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ? എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എന്റെ കൈ കീഴിലേൽക്കുന്നു? എന്തിനോ പിന്നെ വെള്ളത്തിൽ സ്നാനം എന്റെ കൈ കീഴിലേൽക്കുന്നു? സ്നാപകൻ ബഹുഭക്തിയോടിവർ ചൊന്നതാൽ പ്രിയ രക്ഷകൻ ഇപ്രകാരം നാം സർവനീതിയും പൂർത്തിയാക്കണമെന്നോദേ. ഇപ്രകാരം നാം സർവനീതിയും പൂർത്തിയാക്കണമെന്നോദേ. ആത്മാവു വന്നു തന്റെ മേൽ പ്രാവുരൂപത്തിലിറങ്ങി. പെട്ടെന്നാത്മാവു വന്നു തന്റെ മേൽ പ്രാവുരൂപത്തിലിറങ്ങി. നിന്നിലെത്രയും പ്രിയമുണ്ടെന്നും സ്വർഗതാതൻ താനരുളി. നിന്നിലെത്രയും പ്രിയമുണ്ടെന്നും സ്വർഗതാതൻ താനരുളി. തുറന്നോ സ്വർഗമവിടൊരു പ്രിയതാതനുമതുപോ. പരിശുദ്ധാവിയതുമെൻ പ്രിയൻ യേശുനാഥനും കാണുവിൻ. പരിശുദ്ധാവിയതുമെൻ പ്രിയൻ യേശുനാഥനും കാണുവിൻ. ആരിതാ വരും നാരിതാ വരും യേശു രക്ഷകനല്ലയോ? പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാത്തിങ്കൽ വരുന്നു. പരമോന്നതൻ സ്നാനമേൽക്കുവാൻ യോർദാനാത്തിങ്കൽ വരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്തൃസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇപ്രകാരം ഒരു തിരുവചന പഠനത്തോട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് ഇന്നിവിടെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതുകൊണ്ട്
ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളുടെ മധ്യയായിരിക്കാൻ കർത്താവ് എനിക്ക് തന്ന അവസരത്തിനായും ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയ സോണിച്ചൻ ബ്രദർ ഇങ്ങനൊരു മീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ സാഹചര്യങ്ങൾ രാവിലെ ഓർപ്പിക്കുകയുണ്ടായി. കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷത്തിലാണ് ഇന്ന് വൈകിട്ട് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നിരിക്കുന്നത്. കേട്ടതുപോലെ പ്രിയ സഹോദരൻ മിലൻ ദൈവജന സത്യങ്ങളെ പിൻപറ്റുവാൻ ചില കാലങ്ങൾക്ക് മുമ്പേ തീരുമാനമെടുത്തു. താൻ എടുത്ത ആ തീരുമാനത്തിൽ ഇത്രത്തോളം ദൈവം തന്നെ നടത്തുകയും അതിൻ്റെ അടുത്ത സ്റ്റെപ്പായി വിശ്വാസ സ്നാനം സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. സ്വർഗം വളരെ സന്തോഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. സ്തോത്രം. അതിനോട് ബന്ധപ്പെട്ട അല്പസമയം തിരുവചനത്തിൽ നിന്ന് സ്നാനമെന്ന വിഷയത്തെ ആസ്പദമാക്കി ശുശ്രൂഷിക്കണമെന്ന് സോണിച്ചൻ ബ്രദറിനോട് ആവശ്യപ്പെടുകയുണ്ടായി. പെട്ടെന്ന് ഇന്ന് പകലത്തെ ഒരു പ്രാർത്ഥനാ യോഗത്തിന് ശേഷം വന്ന് ഒരു ചെറിയ ക്രമീകരണം കഴിഞ്ഞ് ഇവിടെ ആയിരിക്കാൻ ദൈവമുണ്ടാക്കി. തുടർന്നുള്ള അല്പസമയം നമുക്ക് മറ്റൊരു വിഷയത്തിലേക്കും പോകാതെ വിശ്വാസ സ്നാനം എന്ന ആ വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവജനത്തിൽ നിന്ന് ചിന്തിക്കാം. വിശ്വാസ സ്നാനത്തെക്കുറിച്ചുള്ള ആകെയുള്ള വചന വെളിപ്പാടുകൾ ഇത്രയേ ഉള്ളൂ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ലഭിച്ച ചുരുങ്ങിയ സമയത്തിനകത്ത് ഈ ഒരു മീറ്റിങ്ങിനകത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്ന പോലെ തിരുവചനത്തിൻ്റെ വാതിൽ കർത്താവ് എനിക്ക് തുറന്നു തരേണ്ടതിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. തുടർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. സ്തോത്രം. ഒരു വാക്കൂടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ പ്രത്യേക സമയത്തിനായി ഞങ്ങൾ അപ്പച്ചനെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മീറ്റിങ്ങിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, അവർ തൃക്കാക്കലിരുന്നു തിരുവചനങ്ങളെ പ്രാപിച്ചു എന്ന് ദൈവത്തിൽ വായിക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹിക്കുന്ന തൻ്റെ ജനം പാദപീഠത്തെങ്കിൽ കടന്നു വരുമ്പോൾ അഗ്നിമയമായ സ്വർഗീയ പ്രമാണത്തിൽ നിന്ന് തൻ്റെ ജനത്തിന് പൊഴിച്ചു കൊടുക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന പൊടിമഴ പോലെ കർത്താവെ ഒരുക്കപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തിൽ ആ തിരുവചനങ്ങൾ കർത്താവെ വന്ന് പതിച്ചിട്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഫലപ്രാപ്തി ഉണ്ടാകുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് തുണനിന്ന് സഹായിക്കണമേ. ഈ രാത്രി ഈ വിഷയം സംബന്ധിച്ച് കർത്താവെ ഞങ്ങൾ എന്തൊക്കെ ധ്യാനിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവോ ആ തിരുഹിതത്തിൻ്റെ വെളിപ്പാട് എളിയ ഹൃദയത്തിൽ നൽകണമേ. അത് ദൈവഹിത പ്രകാരം ശുശ്രൂഷിക്കുവാൻ അവിടുത്തെ രക്തത്താൽ അടിയനെ ഒന്നുകൂടെ വിശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിൽ ഒരുക്കി പ്രത്യേകമായൊരു നിലവാരത്തോടെ അടിയനെ ഇവിടെ നിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മുഴുവൻ മഹത്വവും യേശു കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ അർപ്പിക്കുന്നു. നല്ല ഏകാഗ്രത ഞങ്ങൾക്ക് തരുന്നതിനായ സ്തോത്രം. കർത്താവെ, ഈ ഓഡിറ്റോറിയത്തെ കർത്താവ് വിശുദ്ധീകരിച്ച് സ്വർഗീയ ദൂതന്മാരുടെ അകമ്പടിയിലിരുത്തനായ സ്തോത്രം. ദേശത്തു നിന്നുള്ള യാതൊരു പൈശാചിക പോരുകളും ശുശ്രൂഷയ്ക്ക് യാതൊരു ഇടർച്ചയും വരുത്താതെ കൊണ്ട് അവയെ കർത്താവിൻ്റെ നാമത്തിൽ ദൂരീകരിക്കുന്നതിനായ സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾക്കായി ജീവൻ എന്ന കർത്താവിനെ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വിശ്വാസ സ്നാനം എന്ന വിഷയമാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട്, നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായിട്ട് സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് കടന്നു വന്ന സ്തോത്രം നമ്മൾക്ക് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ ശുശ്രൂഷയെ പൂർത്തീകരിച്ച കർത്താവ് താൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തൻ്റെ അടുക്കൽ കൂടി വന്ന, അല്ലെങ്കിൽ തൻ്റെ അടുക്കലായിരുന്ന തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് ചില ഉപദേശങ്ങൾ പകർന്നു കൊടുക്കുവാൻ തക്കനിടയായി തീർന്നു. സ്തോത്രം. തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടുന്ന ദൈവമക്കളുടെ കൂട്ടായ്മയിൽ അവർ ചെയ്തു പോരേണ്ടതിന് പ്രധാനപ്പെട്ട
2 കർമ്മ ശുശ്രൂഷകൾ ദൈവം ദാനം ചെയ്യുവാനിടയായി തീർന്നു. സ്തോത്രം. അക്ഷരാർത്ഥത്തിൽ 2 കർമ്മങ്ങളായിട്ട് ചെയ്യുവാൻ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ 2 ശുശ്രൂഷകളാണ്. ദൈവത്തിന് സ്തോത്രം. ഒരുവനെ ദൈവകൃപയിലേക്ക് നടത്തുമ്പോൾ, സ്തോത്രം, ദൈവകൃപയിലേക്ക് നയിക്കപ്പെടുന്ന ആ ആദ്യ സമയത്ത് ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ അനുസരിക്കുവാൻ ദൈവം അത് ഉപദേശിച്ചു തന്ന ഒന്നാമത്തെ ഉപദേശമാണ് വിശ്വാസ സ്നാനം എന്ന കർമ്മ ശുശ്രൂഷ. ആ വിശ്വാസ സ്നാനം സ്വീകരിച്ച് തുടർന്ന് പല കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിക്കാനുണ്ട്. അങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിരന്തരമായി തൻ്റെ ജീവിതത്തിൽ തുടർന്ന് അനുഷ്ഠിക്കേണ്ട മറ്റൊരു കർമ്മമാണ് തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ കർത്തൃമേശ എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ കൃപയിലേക്ക് വരുന്ന ആദ്യ നിമിഷങ്ങളിലൊന്നിൽ വിശ്വാസ സ്നാനവും, സ്നാനപ്പെട്ട് ദൈവകൃപയിൽ മുന്നേറുന്ന അവസ്ഥയിൽ അത് ദൈവ നിയോഗം പോലെ ലഭിക്കുന്ന സമയങ്ങളിൽ കൂടി വരുമ്പോൾ തൻ്റെ ജനത്തിനെ അനുഷ്ഠിക്കുവാനായി കൊടുത്തിരിക്കുന്ന മറ്റൊരു അതേ കർമ്മ ശുശ്രൂഷയായി കൊടുത്തിരിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയും. ഇങ്ങനെ 2 ശുശ്രൂഷകൾ. ഇനിയും അത് സ്നാനം എന്ന് പറയുന്നത് ആ വ്യക്തിപരമായി താനും ദൈവവുമായുള്ള ബന്ധത്തിൽ എടുത്ത തീരുമാനത്തിൽ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യമാണ്. സ്തോത്രം. എന്നാൽ കർത്തൃമേശ എന്ന് പറയുന്നത് ഈ വിധത്തിൽ ദൈവകൃപയിലേക്ക് സ്നാനപ്പെട്ട് കടന്നു വന്ന് പ്രാഗൽഭ്യത്തോടെ ദൈവത്തോടും സകല മനുഷ്യരോടുമുള്ള കുറ്റമറ്റ മനസാക്ഷി ജീവിക്കുന്ന സകല ദൈവമക്കളോടുമുള്ള ബന്ധത്തിൽ കൂട്ടായ്മയായി ചേർന്ന് നിന്ന് ചെയ്യുവാനുള്ളതാണ് കർത്തൃമേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്നത്. അപ്പോൾ തിരുവത്താഴം കൂട്ടായ്മയായിട്ടിരുന്ന് ചെയ്യാനുള്ളതും സ്നാനം വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തി അനുഷ്ഠിക്കേണ്ടതുമായ കാര്യമാണ്. അതിൽ നമ്മളിപ്പോൾ ധ്യാനിക്കാനും ചിന്തിക്കുവാനും പോകുന്നത് വ്യക്തിപരമായി ചെയ്യുവാനുള്ള സ്നാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്നാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ ഞാൻ 3 ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയാണ് എൻ്റെ ഉള്ളിലേക്ക് വരുവാനിടയായിത്തീരുന്നത്. സ്തോത്രം. അതെ, 3 ഭാഗമായിട്ട് അതിനെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1, സ്നാനത്തെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് നമ്മൾ പൊതുവായിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്തോത്രം. 2, അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി സ്നാനപ്പെടുന്ന വ്യക്തി സ്നാനപ്പെടുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട, തൻ്റെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളിൽ കുറേ. ദൈവത്തിന് സ്തോത്രം. അതിലത്യാവശ്യമായിട്ടുള്ളത്. 3, സ്നാനപ്പെട്ടതിന് ശേഷം തൻ്റെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഈ 3 കൂട്ടം കാര്യങ്ങളും തിരുവചനത്തിൽ നിന്ന് ആധികാരികമായി വചനം പരിശോധിച്ച് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പഠിച്ച് അത് ബോധ്യപ്പെടുത്തി അതങ്ങനെ തന്നെയെന്ന് 100% ഹൃദയത്തിനകത്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ സ്നാനത്തിന് മുതിരാവൂ. ദൈവത്തിന് സ്തോത്രം. ആമീൻ. അതിൻ്റെ കാരണങ്ങൾ പിന്നീട് വചനത്തിൽ നിന്ന് ഓർപ്പിച്ചു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. പൊതുവിൽ പറഞ്ഞാൽ കർത്താവ് തൻ്റെ പരശുശ്രൂഷ കാലയളവിൽ ഒരിക്കലും ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി, നിങ്ങളിൽ ആരെങ്കിലും ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചാൽ ഓടിച്ചെന്നങ്ങ് പണിയുകയല്ല, പണിയുന്നതിന് മുമ്പ് ആ വീടിന് വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട്, അങ്ങനെ നമ്മൾ എഴുതിയിട്ടില്ല, അതിൻ്റെ രത്ന ചുരുക്കമേ അവിടെ എഴുതിയിട്ടുള്ളൂ, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് ഇത് എന്നെക്കൊണ്ട് തീർപ്പാനായിട്ടുള്ള വകയുണ്ടോ എന്ന് കണക്ക് കൂട്ടിയിട്ടേ നിങ്ങളത് ചെയ്യാവൂ എന്ന് കർത്താവ് ഉപദേശിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അടിസ്ഥാനമിട്ട് കുറേ പണി അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം തീർന്നു പോയി. പിന്നെ പണി അവിടെ മുടങ്ങിക്കിടക്കുക. നമുക്കറിയാം, നാട്ടിൽ ഒത്തിരി പണി അങ്ങനെ മുടങ്ങിക്കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമീൻ. അങ്ങനെ പണി മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്തോത്രം, മറ്റുള്ളവർ കുറേ കഴിയുമ്പോൾ ആ വീട് പണിയുവാൻ ആഗ്രഹിച്ച വ്യക്തിയെ പരിഹസിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മറ്റുള്ളവരിന്നൊരു പരിഹാസം ഉണ്ടാകാതിരിക്കുവാൻ, പണിയുവാൻ പോകുന്ന വീട് തീർപ്പാൻ എനിക്ക് പ്രാപ്തിയുണ്ടോ എന്ന് കണക്ക് കൂട്ടേണ്ടതല്ലയോ എന്ന് കർത്താവ് ചോദിക്കുന്നു. മറ്റൊരു ഉദാഹരണം കർത്താവ് ഇങ്ങനെ പറയുന്നതുണ്ട്. സ്തോത്രം. ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി ഒരു യുദ്ധത്തിന് മുതിരുമ്പോൾ മറുഭാഗത്തുള്ള രാജ്യത്തെ രാജാവിനോട് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ്
ആ സമൂഹത്തെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുവാൻ എനിക്ക് കഴിയുമോ എന്ന് രാജാവ് തൻ്റെ പട്ടാളവുമായിട്ട് അതിനെക്കുറിച്ച് വിലയിരുത്തും. തനിക്ക് 100% ആ രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയുമെന്ന് ബോധ്യമില്ലാതെ ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ അത് വലിയ പരാജയമായി തീരും. അതുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കണക്കുകൂട്ടൽ ആവശ്യമാണ് എന്നവിടെ ഓർപ്പിക്കുന്നു. ഇത് രണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ടാണ്, 2 ദൃഷ്ടാന്തങ്ങളായിട്ടാണ് കർത്താവ് ഓർപ്പിച്ചത്. സ്തോത്രം. കർത്താവിനല്ലാതെ ഭൗതിക കാര്യങ്ങൾ ഒത്തിരി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവ് അങ്ങനെ ഭൗതികമായ ഒരു കെട്ടുപണിയല്ല കർത്താവ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. ഒരു വ്യക്തിയെ ആത്മീയമായിട്ട് പണിതെടുത്ത് ദൈവസന്നിധിയിൽ നിർത്തുന്നതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കർത്താവ് നമ്മളെ ശുശ്രൂഷിച്ചത്. കൂടുതലും മറ്റു കാര്യങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അതാണ്. അപ്പോൾ ഒരു ദൈവവൈതലിൻ്റെ ആത്മീയ ജീവിതത്തോട് ബന്ധപ്പെട്ട അവൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് 2 ദൃഷ്ടാന്തത്തിലൂടെ ഓർപ്പിച്ച്. വിശ്വാസസ്നാനം ഏൽക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഈ 2 കാര്യത്തിലെ ആത്മീയ ബുദ്ധി ഉപദേശം ബോധ്യപ്പെട്ട് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതെ, സ്നാനം എന്ന വിഷയത്തെ പഠിച്ചു കഴിയുമ്പോൾ സ്നാനപ്പെടുന്നതിന് മുമ്പ് എങ്ങനെ ആ സ്നാനത്തിനായിട്ട് ഒരുങ്ങണം, സ്നാനപ്പെട്ടതിന് ശേഷം എനിക്ക് എങ്ങനെ മാത്രമേ ജീവിക്കാൻ അനുവാദമുള്ളൂ, ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇത് രണ്ടിനും ഉത്തരം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനത്തിനായിട്ട് ഒരുങ്ങി സ്നാനപ്പെടുകയും സ്നാനപ്പെട്ടതിന് ശേഷം അത് ദൈവവചനം ഉപദേശിക്കുന്നത് പോലെ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുമോ എന്ന് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് കണക്ക് കൂട്ടി 100% ആ കാര്യത്തിൽ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ സ്നാനത്തിന് മുതിരാവൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ക്ഷീണിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് കഴിയത്തില്ലെന്ന് പിന്മാറുക എന്നുള്ളതല്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ആമേൻ. പകരം നമുക്ക് കഴിയാത്ത ഒരു കാര്യവും ദൈവം നമ്മളെ ഉപദേശിക്കുന്നില്ല. ഒക്കാത്ത കാര്യം മനുഷ്യനെ ഉപദേശിക്കുന്ന അവസ്ഥയാണെങ്കിൽ ദൈവമല്ല. ദൈവം നമ്മുടെ പ്രകൃതി അറിയുന്നു, നമ്മുടെ ബലഹീനതകൾ ദൈവത്തിന് അറിയാം, നമ്മുടെ പരിമിതികൾ ദൈവത്തിന് അറിയാം, നമ്മുടെ കഴിവുകളും കഴിവുകേടുകളും ദൈവത്തിന് അറിയാം. നാം ജഡമെന്ന് ദൈവത്തിന് നന്നായിട്ട് ബോധ്യമുണ്ട്. അങ്ങനെ ജഡത്ത് ജീവിക്കുന്ന പരിമിതികളുള്ള അതെ പൊടിയായിരിക്കുന്ന ബലഹീനരായിരിക്കുന്ന നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിലെ കാര്യങ്ങൾ ഉപദേശിച്ചു തരുമ്പോൾ അത് അനുസരിക്കുവാനുള്ളതായ കഴിവ് സ്വന്തമായിട്ടില്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും കൂടെ ചേർത്താണ് ദൈവം തൻ്റെ കൽപ്പനകൾ നമുക്ക് നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പൊതുവിൽ ചില കാര്യങ്ങൾ ആരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില ആളുകൾ ദൂരെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ വീക്ഷിച്ചതിന് ശേഷം ഇതൊക്കെ അങ്ങനെ പ്രമാണിച്ച് നടക്കുവാൻ സാധാരണക്കാരനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർ പുറകോട്ട് മാറുകയും ചിലരൊക്കെ ഈ പറയുന്ന പോലെ ജീവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ മുട്ടാത്തർക്കങ്ങൾ പറഞ്ഞ് പുറകോട്ട് മാറുകയും ചെയ്യുന്നതൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു പതിവാണ് ഞങ്ങൾ. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ കാര്യം മുഖവരയിൽ ഓർപ്പിക്കുന്നത്. നമുക്ക് കഴിയാത്ത ഒരു കാര്യവും ദൈവം നമുക്ക് അത് ഉപദേശിച്ചു തരത്തില്ല അനുസരിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. അതേ ഭാരമുള്ള ഒരു ചുമട് നമ്മുടെ തലയിൽ വെച്ച് തന്നിട്ട് അതിനെ വിരൽ കൊണ്ടുപോലും താങ്ങാത്ത ഒരവസ്ഥയിലല്ല ശാസ്ത്രിമാരെ പോലെയും പരീശന്മാരെ പോലെയും അല്ല നമ്മുടെ കർത്താവ്. അവനൊരു കൽപ്പന അനുസരിക്കുവാൻ നമുക്ക് നൽകുമ്പോൾ അത് അനുസരിപ്പാൻ നമുക്ക് എത്രമാത്രം പ്രാപ്തിയുണ്ടെന്ന് അവൻ നമ്മെ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് നൽകുന്ന അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില കാര്യങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. അങ്ങനെ കഴിയാതെ വരുന്നിടത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തൻ്റെ കൃപ നൽകി നമ്മളെ ആ കാര്യം ചെയ്യുവാൻ പ്രാപ്തരാക്കി തീർക്കും. ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം അതിൻ്റെ നിലയിൽ ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കുവാൻ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിലേക്ക് ദൈവം പകർന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വായിക്കണ്ട, ഞാൻ പറയുന്ന വാക്യങ്ങൾ മാത്രം വായിച്ചാൽ മതി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പൗലോസ്ലീഹായോട് കർത്താവ് അത് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന എൻ്റെ ശക്തിയാണ് എന്ന് അവിടെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ചില പ്രത്യേക പരിശോധനകൾ കടന്നു വരുമ്പോൾ ഈ വചനപ്രകാരം ജീവിക്കുന്നതിന്
വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനോട് ചെറുത്തുനിൽപ്പ് നടത്തുന്ന കൂട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ നാം പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കൃപ എനിക്ക് ലഭിക്കുമല്ലോ എന്നോർത്ത് നമ്മൾ അതിൽ ആശ്രയിക്കുവാനിടയായിത്തീരണം. അതേ, സമയഭേദം കൂടാതെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കൃപാസനത്തിൻ്റെ വാതിൽ നമുക്ക് ദൈവം തുറന്നിട്ടിരിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. രാപകലില്ലാതെ യേശുക്രിസ്തു തൻ്റെ സഭയെ ചേർക്കാൻ വരുന്ന ആ സമയം വരെ, ആ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് കർത്താവ് അതിനായിട്ട് എഴുന്നേൽക്കുന്നതിൻ്റെ തലേ സെക്കൻഡ് വരെ ആ കൃപാസനത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തെങ്കിലേക്ക് അടുത്തു വരിക എന്ന് പറയുന്നത്. ഏത് സമയത്താണ് നമുക്ക് ബലഹീനതയുണ്ടാകുന്നത്, ആ ബലഹീനതയിൽ ബലപ്പെടുവാനുള്ള ശക്തിക്ക് വേണ്ടി ആ സമയം തന്നെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് കൃപ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. മേ ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ സഹായിക്കട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃപാസനത്തെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു വലിയ കാര്യമാണ്. ഇത് എനിക്ക് അനുസരിക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഭയന്നു മാറേണ്ടതില്ല. ഇതനുസരിച്ച് അതിൻ്റെ നിലവാരത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കൃപാസനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരുന്നതാണ്. കർത്താവ് പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യം, എന്നാൽ ദൈവത്താൽ സകലതും സാധ്യമാണ്. എങ്ങനെയാണ് സാധിക്കുന്നത്? ദൈവത്താൽ. ഹല്ലേലൂയ. അതേ, ദൈവം തൻ്റെ ശക്തി നമ്മുടെ മേൽ പകർന്നു തരും. ഒരു കാര്യമല്ല, എല്ലാ കാര്യത്തിനും ദൈവം തൻ്റെ ശക്തി നമുക്ക് വേണ്ടി അതിനായിട്ട് പകർന്നു തരും. അതുകൊണ്ട് ക്ഷീണിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ ആദ്യമേ ഓർപ്പിക്കുകയാണ്. ഈ വചനപ്രകാരം സ്നാനപ്പെട്ട് തുടർന്ന് വചനം പറയുന്ന പോലെ ജീവിക്കുവാൻ കഴിയുമോ എന്ന് കണക്ക് കൂട്ടിയിട്ട് ഭയന്നു മാറേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു കണക്ക് കൂട്ടൽ നമുക്ക് ആവശ്യമാണ്. ഇത് ഒരു ചെറിയ കാര്യമല്ല, നിസ്സാര കാര്യമല്ല. മുമ്പേ ഓർപ്പിച്ചതുപോലെ സ്തോത്രം, അനേക ആളുകൾ വീട് പണിക്ക് ആരംഭിച്ചിട്ട് ആ വീട് പണി വേണ്ടതുപോലെ പൂർത്തീകരിക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ അവരെ ഓർത്ത് മറ്റു പലരും പറയുന്നത് പോലെ വിശ്വാസ സ്നാനം ഏതോ ചിന്താഗതിയോടെ കടന്നു വന്ന് ഏറ്റ് ദൈവസഭയോടൊക്കെ ചേർന്ന് ചില കാലങ്ങൾ ജീവിച്ചിട്ട് പണ്ട് വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വ്യക്തി ധാർമ്മികമായി എത്ര അധംപതിച്ചിരുന്നോ അതിനേക്കാളും അധംപതിച്ച ജീവിതം നയിച്ച് ദൈവനാമം അങ്ങനെയുള്ളവരുടെ ദുഷിക്കപ്പെടുന്ന അവസ്ഥയിൽ സ്നാനപ്പെട്ട് പിന്മാറ്റത്തിൽ ജീവിക്കുന്ന ധാരാളം പേരെ ഈ മധ്യ തിരുവിതാംകൂറിൽ തന്നെ കാണാൻ കഴിയും. അവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ ആകാനല്ല നമ്മൾ സ്നാനപ്പെടുന്നത്. പകരം അങ്ങനെ അനേകര് പരാജയപ്പെട്ട് പുറകോട്ട് പോകുന്ന സ്ഥാനത്ത് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് അനേകർ പിന്മാറ്റത്തിലേക്ക് പോകുന്ന സ്ഥാനത്ത് മാതൃകയോടെ ജീവിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലിന് ഈ തിരുവചനത്തിൽ പറയുന്ന പോലെ ജീവിതം നയിക്കുവാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുക്കുവാൻ ദൈവം ഒരു സ്ഥാനാപതിയെ പോലെ നമ്മളെ കണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതിനു വേണ്ടി മുതിരുവാൻ. സഹോദര, താങ്കളെ ദൈവം അതിനായിട്ട് ബലപ്പെടുത്തും. ഇനിയും നാളെ സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ അവരെയും ദൈവം ബലപ്പെടുത്തുമെന്ന് ദൈവകൃപയെ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ അനേകര് ഈ നാമത്തെ ദുഷിച്ച് മറ്റൊരു നിലയിലേക്ക് പോകുന്നിടത്ത് അവരുടെ നടുവിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന ഒരു സാക്ഷിയാകുവാനാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ബഹുനിശ്ചയത്തോടെ വേണം നമ്മൾ സ്നാനത്തിന് വേണ്ടി മുതിരുവാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ അതിൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരട്ടെ. അതിൻ്റെ പൊതുവായിട്ടുള്ള സ്നാനത്തെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയതിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സ്നാനമെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ വിവാദപരമായ വിഷയം പോലെയാണ് ക്രൈസ്തവ ലോകത്ത്. ചിലക്കിതൊരു കീറാമുട്ടിയാണ്. സഹോദരൻ ഓർപ്പിച്ചതുപോലെ അങ്ങനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും ഇതിനില്ല. ഇത് ലളിതമായ ഒരു ശുശ്രൂഷയാണ്.
സ്തോത്രം. ക്രൈസ്തവ ലോകത്തിലെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ ലോകത്തിലെ എല്ലാ സഭാ വിഭാഗങ്ങളിലും എല്ലാ സമുദായ വിഭാഗങ്ങളിലും സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. സ്നാനം ക്രൈസ്തവ ലോകം ഒന്നോടെ അംഗീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എന്താ പ്രശ്നം? പ്രൈസ് ദി ലോർഡ്. ഇനിയും അത് എങ്ങനെ വേണം, എപ്പോൾ വേണം എന്നതിലാണ് തർക്കം നിൽക്കുന്നത്. വളരെ ലളിതമായ ഉത്തരം ഞാൻ പറയാം, കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്ന നിലയിൽ. സ്തോത്രം. നാം വായിക്കുന്ന ഭാഷയിൽ, നമുക്ക് വായിച്ച് ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകം നമുക്ക് ലഭിച്ചതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിനകത്ത് അതെങ്ങനെ പറയുന്നു അങ്ങനെ അങ്ങ് ചെയ്തേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുണ്ട്, സ്തോത്രം, ഈ സത്യ ബൈബിളിൻ്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്നത് സത്യവേദ പുസ്തകമെന്ന. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് പറയുന്നതെല്ലാം സത്യമാണ്. സത്യമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, സത്യം രണ്ടില്ല. ഇപ്പോഴ് രാത്രിയാണോ പകലാണോ എന്ന് ഒരാൾ ചോദിച്ചാൽ കണ്ണിന് കാഴ്ചയുള്ള ഒരാൾ പറയും ഇപ്പോൾ രാത്രിയാണെന്ന് പറയും. സ്തോത്രം. രാത്രി ആയിരിക്കും, ചിലപ്പം പകലും ആയിരിക്കും എന്ന് പറയാൻ കഴിയത്തില്ല. ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ പകല്. സത്യമെന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഈ അന്തരീക്ഷവും ഈ കാലാവസ്ഥയും ഒക്കെ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ രാത്രിയോ പകലോ എന്ന് ചോദിച്ചാൽ കണ്ണിന് കാഴ്ചയുള്ള നമ്മളെല്ലാം കൂടെ വിളിച്ചു പറയും ഇത് രാത്രിയാണ്. ഇനി വേറൊരാൾ ഇത് പകലാണ് തെളിയിക്കാൻ വേണ്ടി എത്ര ശക്തിയേറിയ നിയോൺ ബൾബ് ഇവിടെ തെളിയിച്ചാലും ഇത് പകലാകത്തില്ല, ഇത് രാത്രി തന്നെയാണ്. അങ്ങനെയെങ്കിൽ സത്യം ഒന്നേ ഉള്ളൂ, ഒന്നിൽ രാത്രി അല്ലെങ്കിൽ പകല്. ഇതുപോലെ തർക്കമുള്ള സകല വിഷയങ്ങൾക്കും ഉത്തരം ബൈബിളിനകത്ത് ഏക സത്യം ദൈവം വചനത്തിലൂടെ പ്രസ്താവിക്കുന്നു. പിന്നെ ആ സത്യം കണ്ടെത്തണമെന്ന് വരികിൽ ചില കാര്യങ്ങൾ ആവശ്യമാണ്. പ്രാരംഭവാടിയനുമായി ഓർപ്പിക്കാം. ഇതൊക്കെ പലതും മനസ്സിലാക്കിയവരാണ് നമ്മളെങ്കിലും ഇത് പ്രത്യേക ബൈബിൾ സ്റ്റഡി പോലെ പോകുന്നത് കൊണ്ട് ഞാൻ ആ നിലയിൽ അത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതെ, ഈ സത്യം നമ്മൾ ഗ്രഹിക്കാൻ നാം തർക്കമുള്ള ഏത് വിഷയത്തിൻ്റെയും സത്യം അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഹൃദയനിലയെക്കുറിച്ച് പറഞ്ഞാൽ അത് പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം പോലെയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമായിരിക്കാം. ഒന്ന് വായിച്ചാട്ട്. 1 പത്രോസ് 2:1. സകല ദുഷ്ടതയും യെസ്, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അവിടെ എന്താ ആ വാക്യങ്ങളിൽ ഒത്തിരി വിശദീകരണങ്ങളുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട ഭാഗം മാത്രം ചിന്തിക്കുന്നു. അതിൽ വായിച്ച് അവസാനിപ്പിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിനെ പോലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ വചനമെന്ന നിർമ്മലമായ പാല് കുടിക്കുവാൻ നമ്മൾ വാഞ്ചിക്കണം. അപ്പോൾ ദൈവവചനം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന് കുടിച്ചു വളരുവാൻ മാതാവിൽ നിന്ന് ലഭിക്കുന്നതായ പാല് പോലെ, മുലപ്പാല് പോലെ, സ്തോത്രം, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കലർപ്പില്ലാത്ത ഭക്ഷണമാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ആ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ഒരു ദൈവവൈതലിൻ്റെ ഹൃദയനില അവിടെ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിൻ്റെ ഹൃദയം പോലെ ആയിരിക്കണം. ഒത്തിരി ആഴങ്ങൾ ആ വാക്കിൻ്റെ അടിയിലുണ്ടെങ്കിലും നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ടത് മാത്രം പറയട്ടെ. സ്തോത്രം. ഇപ്പോൾ ജനിച്ച ഒരു ശിശു. എൻ്റെ വാച്ചയിൽ ഇപ്പോൾ 8 മണിയാകാൻ 9 മിനിറ്റുണ്ട്. നിങ്ങളുടെ ആ മുന്നിലോ പുറകിലോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ
7:51 എൻ്റെ വാച്ചിൽ ഇപ്പോൾ സമയം. ഈ 7:51 ജനിച്ചു വീണ ഒരു കുഞ്ഞിനോട് കമ്പ്യൂട്ടറിനെ കുറിച്ച് ചോദിച്ചാൽ കുഞ്ഞിനൊന്നും അറിയത്തില്ല, പറയാനും അറിയത്തില്ല, കേൾക്കാൻ പോലും അതിനുള്ള ഗ്രഹണശക്തിയില്ല. ബിസിനസ് ലാഭമാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞിനൊന്നും അറിയത്തില്ല. ആ കുഞ്ഞിനോട് ലോകത്തിലെ ഒരു കാര്യം ചോദിച്ചാലും കുഞ്ഞിനൊന്നും പറയാൻ അറിയത്തില്ല, അതിനൊന്നും അറിയത്തില്ല. അതിൻ്റെ വളർച്ചയ്ക്ക് തക്കവണ്ണം, അതിൻ്റെ പ്രാപ്തിക്ക് തക്കവണ്ണം, അത് വളർന്നു വരുന്ന അവസ്ഥയിൽ അതിന് പറഞ്ഞു കൊടുക്കുന്നത് അത് ഗ്രഹിച്ചെടുക്കും. പ്രാപ്തിക്ക് തക്കവണ്ണം ഒരു പ്രത്യേക സ്റ്റേജ് വന്നതിന് ശേഷമേ പലതും അതിന് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. എങ്കിൽ നമുക്ക് അവിടെ ഇത്രയും ചിന്തിച്ചാൽ മതി. ദൈവവചനത്തിൻ്റെ സത്യം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നേരത്തെ ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തിൽ നിന്ന് ലഭിച്ചതായ അറിവുകളും പരിചയങ്ങളും ഒത്തിരി നമ്മുടെ അകത്തുണ്ടെങ്കിലും അതെല്ലാം കൂടെ അകത്ത് വെച്ചോണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിനോട് ചേർത്ത് വചനം തപ്പിയാൽ യാഥാർത്ഥ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തില്ല. സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതിനെ സ്ഥാപിക്കാൻ ദൈവത്തിൻ്റെ വചനം തപ്പുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറരുത്. സ്തോത്രം. പകരം എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ സ്നാനമാണ് പഠിക്കുന്നത്. സ്നാനത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് ദൈവസന്നിധിയിൽ നിന്ന് പറയാനുള്ളൊരു ഹൃദയം നമുക്കൊന്നുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന അറിവുകൾ ശരിയോ തെറ്റോ എന്തുമാകട്ടെ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേച്ചേ, 2 സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചേച്ചേ. സ്തോത്രം. ആദ്യമായിട്ട് ഇത് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പോലെ എങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും നിൽക്കാത്ത, സ്തോത്രം, ഒരു നിഷ്പക്ഷമായ ഹൃദയത്തോടെ നിന്നിട്ട് ഈ തിരുവചനം കയ്യിലെടുത്തൊന്ന് പ്രാർത്ഥിക്കണം. എന്ത്? ദൈവമേ, ഇത് നിൻ്റെ സത്യവചനമാണ്, ഇതിനകത്ത് 100 സത്യമില്ല. യാക്കോബക്കാർക്കൊരു സത്യം, മർത്തോമക്കാർക്കൊരു സത്യം, കാതോലിക്ക സഭയോട് ബന്ധപ്പെട്ട വിശ്വാസികൾക്ക് മറ്റൊരു സത്യം, പെന്തക്കോസുകാർക്ക് വേറൊരു സത്യം, വേർപാട് സഭയിലെ വിശ്വാസികൾക്ക് മറ്റൊരു ഉപദേശം. ഇങ്ങനെ 100 സത്യം ഇതിനകത്തില്ല. ഒരു ദൈവം, ഒരാത്മാവ്, ഒരു സത്യവചനം. അങ്ങനെയെങ്കിൽ ഇതിൽ ഏതാണ് സത്യം? എനിക്കറിയത്തില്ല. ആ സത്യം എന്നെ ഗ്രഹിപ്പിച്ചാൽ ആ സത്യത്തെ ഞാൻ പിൻപറ്റിക്കൊള്ളാം, ആ സത്യത്തിൻ്റെ സാക്ഷ്യം ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്പക്ഷമായി ബൈബിൾ തുറക്കണം. എൻ്റെ ഭാഷയിൽ പറഞ്ഞ് യാക്കോബക്കാരൻ്റെ പക്ഷവും പിടിക്കരുത്, പെന്തക്കോസ്തുകാരൻ്റെ പക്ഷവും പിടിക്കരുത്. ഞാനൊരു മനുഷ്യനാണ്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം സ്വർഗത്തിലുണ്ട്, അവൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ഈ മനുഷ്യനായ എനിക്ക് ദൈവത്തിൻ്റെ സത്യം തിരിച്ചറിയണം. സ്തോത്രം. എന്ന താല്പര്യത്തോടെ ആ സത്യത്തെ നിഷ്പക്ഷമായി നിന്ന് ഗ്രഹിക്കാൻ ആഗ്രഹിക്കണം. സ്തോത്രം. നിഷ്പക്ഷമായി ഗ്രഹിക്കാൻ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചുകൊണ്ട് തിരുവചനം പഠിച്ചാൽ ആ സത്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ആ സത്യം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അതിൻ്റെ 32-ാം വാക്യമാണെന്ന് തോന്നുന്നു. വായിക്കുമ്പോൾ അവിടെ കാണുന്നത് പോലെ, ആമേൻ, സത്യം നിങ്ങൾ അറിഞ്ഞാൽ ആ സത്യം നിങ്ങളെ എല്ലാ അടിമനുഖങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കും. ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സ്വതന്ത്രം. ആ സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സത്യത്തെ പിൻപറ്റാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവത്തോട് ചോദിച്ചാൽ മാത്രം മതി. ആദ്യം ഞാൻ അതിനെക്കുറിച്ച് ഓർപ്പിക്കുകയുണ്ടായി. ദൈവം ശക്തി തന്നിട്ട് ആ തിരുവചന സത്യത്തെ അതിൻ്റെ നിലയിൽ പിൻപറ്റാൻ നമുക്കിടയാകും. ഇത്രയും പറയുവാൻ കാരണമായി തീർന്നത്, സ്നാനത്തെക്കുറിച്ച് ഭയങ്കര തർക്കങ്ങൾ നടക്കുന്നെങ്കിലും നമുക്ക് ആ തർക്കമൊന്നും വിഷയമാക്കണ്ട. ആരുടെയും തർക്ക വിഷയത്തിൽ നമുക്ക് ഏർപ്പെടുകയും വേണ്ട. പുസ്തകം നമ്മുടെ കയ്യിലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകം തുറന്ന് വായിച്ചാൽ, സ്തോത്രം, അതെങ്ങനെയാണെന്ന് എപ്പോഴാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കും.
ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഒരു വേദവാക്യമാണ് ഈ ചിന്തയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ സ്നേഹിതന്മാർ പലരും ഇവിടെ ഇരിപ്പുണ്ട്, അവരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടെങ്കിൽ സാക്ഷ്യം പറയുവാനല്ല സമയമെടുക്കുന്നത്. ഒരു വാക്കിൽ പറഞ്ഞാൽ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന ഒരു വാക്യം എന്നിൽ ക്രിയ നടത്തിയപ്പോൾ ഞാൻ വ്യക്തിപരമായൊരു തീരുമാനമെടുത്തു. തിരുവഴുത്ത് എന്താണെന്ന് എനിക്കൊന്ന് പഠിക്കണം. അതെനിക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ ഞാൻ അതിനെ പിൻപറ്റിക്കൊള്ളാം. ആ തീരുമാനത്തിന് ശേഷം ദൈവദിനം പഠിക്കാൻ തുടങ്ങി അന്നു മുതൽ ഒരു കാലത്ത് അത് ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതെല്ലാം നിലയിൽ ഇങ്ങനെയുള്ള സത്യങ്ങളെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചിട്ടുള്ളോ ആ കാര്യങ്ങൾ പലതും വളരെ സത്യമായ വസ്തുതയാണെന്ന് ദൈവവചനത്തിൽ നിന്ന് ദൈവം എനിക്ക് നേരിട്ട് പഠിപ്പിച്ചു തന്നു. ആ അനുഭവം ഉള്ളി വെച്ചുകൊണ്ടായി പറയുന്നത്. സ്തോത്രം. അപ്പോൾ നിഷ്പക്ഷമായ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ സ്നാനം എപ്പോഴാണ്, അത് എങ്ങനെയാണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. ഞാൻ അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ബൈബിളിൽ നിന്ന് പഠിച്ചപ്പോൾ സ്നാനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഇനി ചില കാര്യങ്ങളാണ് തിരുവചനത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഈ സ്നാനം എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന ഈ വാക്ക് ഉണ്ടായതിൻ്റെ പിറകിലെ ചില ഭാഷയുടെ സത്യവശങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്, പഴയ നിയമം ഹീബ്രു ഭാഷയിലും. കർത്താവ് ഉച്ചരിച്ച ചില കാര്യങ്ങൾ അരാമായ ഭാഷയൊക്കെ പുതിയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മൂലഭാഷ എഴുത്തുകളിൽ ഉണ്ടായിരുന്നെങ്കിലും പൊതുവെ പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലാണ് പുതിയ നിയമം ആദ്യമായിട്ട് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവ് നിയോഗം കൊടുത്തിട്ട് അവരെ കൊണ്ട് എഴുതിച്ചത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് ഭാഷയുടെ ധാതുക്കൾ വെച്ച് പഠിക്കുമ്പോൾ സ്തോത്രം, ബാപ്റ്റിസോ എന്ന് പറയുന്ന ഒരു പദമാണ് ഗ്രീക്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെ സ്തോത്രം. അപ്പോൾ ബാപ്റ്റിസോ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ഇംഗ്ലീഷ് ഗ്രീക്ക് ഡിക്ഷണറി എന്ന് പഠിച്ചു കഴിഞ്ഞാൽ മുക്കുക. അത് ക്രിയാനാമമായിട്ട് പറയുമ്പോൾ സ്തോത്രം, അത് മുക്കിപ്പൊക്കുക എന്ന് വരുന്ന അർത്ഥം. ഇംഗ്ലീഷ് അത് ഇമേർഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. ഒരു കാര്യം വെള്ളത്തിനകത്തോട്ട് മുക്കിയിട്ട് പൊക്കിയെടുക്കുക. ചായം കലർത്തിയിരിക്കുന്ന ഒരു ടാങ്കിലോട്ട് കളർ പിടിപ്പിക്കാനുള്ള വസ്ത്രം അങ്ങോട്ട് മുക്കിയിട്ട് അത് പൊക്കിയെടുക്കുന്നെന്ന് പറയുന്ന ആ അവസ്ഥയിൽ ഉള്ള ഒരു വാക്കാണ് ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ മൂലഭാഷയിൽ നിന്ന് പഠിക്കുമ്പോൾ അത് വെള്ളത്തിൽ മുക്കി താഴ്ത്തിയതിന് ശേഷം പൊക്കി എടുക്കുക എന്നർത്ഥത്തിലാണ് ദൈവത്തിന് നിൽക്കുന്നത് സ്നാനം. അതൊരിക്കലും വെള്ളം ശരീരത്തോട്ട് ഒരു പാത്രത്തിലെടുത്ത് തലയിൽ കൂടെ ഒഴിക്കുന്നതല്ല, കൈകൊണ്ട് തളിക്കുന്നതല്ല. അത് വെള്ളത്തിനകത്തേക്ക് താഴ്ത്തിയിട്ട് പൊക്കിയെടുക്കുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ സമയപരിധിക്കകത്ത് അത്യാവശ്യം കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. നമ്മൾ ഏറെക്കുറെ കാര്യങ്ങൾ അറിയാവുന്നവരാണ്, തീരെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവരല്ല. പിന്നെ വേണോ വേണ്ടായോ എന്നുള്ളൊരു ചിന്തയാണ് പലരുടെ ഉള്ളിലുള്ളത്. ഇപ്പം തീരുമാനമെടുത്തവരാണ് നമ്മുടെ നിൽക്കുന്ന പലരും. ദൈവത്തിന് സ്തോത്രം. ഓർപ്പിക്കട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇതിനും തെളിവ് അത് അങ്ങനെയാണോ എന്ന് ഞാനും ഗ്രീക്ക് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായില്ല. പുസ്തകത്തിൽ വല്ലതും ഉണ്ടായിരിക്കണം. നമുക്ക് 2 വേദഭാഗം എടുക്കാം. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും മറ്റൊന്ന് അപ്പോസ്തല പിതാക്കന്മാരുടെ കാലയളവിൽ അവർ ചെയ്തപ്പോൾ സംഭവിച്ചതുമായ ദൈവദാസന്മാർ ചെയ്തതുമായ ശുശ്രൂഷയിലെ 2 സാമ്പിളുകൾ. അതേ കലത്തിനകത്ത് വെന്തുകൊണ്ടിരിക്കുന്നതായ അരി മുഴുവനും വെന്തോ എന്നറിയാൻ കലത്തിൽ കിടക്കുന്ന ചോറ് മുഴുവനും ഓരോന്നെടുത്ത് ഞെക്കി നോക്കേണ്ട കാര്യമില്ലെന്ന് നമ്മൾ പറയുന്നത് പോലെ ഒരു കാര്യം ഗ്രഹിക്കാൻ വേണ്ടി എല്ലാ ഭാഗങ്ങളും തപ്പേണ്ട കാര്യമില്ല. 1-2 തെളിവുകൾ അങ്ങനെയെന്ന് കണ്ടു കഴിഞ്ഞാൽ ബാക്കിയും അങ്ങനെ തന്നെയെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. 2 അരി എടുത്ത് കലത്തിൽ നിന്നെടുത്ത് ഞെക്കി നോക്കുമ്പം അത് വെന്തതാണെങ്കിൽ ബാക്കി അരി കൂട്ടത്തിലിട്ടതല്ലേ, അത് വെന്തതാണ്. വെന്തില്ലെങ്കിൽ വെന്തില്ല, വെന്തെങ്കിൽ വെന്തു. അവിടെയും സത്യം ഒന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ
എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്യം വായിപ്പിക്കാൻ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന സകല കാര്യങ്ങൾക്കും മാതൃകാ പുരുഷനായി യേശുക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുന്നു. ഒരു കാര്യം യേശുക്രിസ്തു അങ്ങനെ തന്നെ മാതൃക കാണിച്ചെങ്കിൽ നമുക്കത് ചെയ്യുവാൻ കുറെ കൂടെ ധൈര്യവും സന്തോഷവുമാണ്. പത്രോസ്ലീഗ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണല്ലോ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. യേശു ക്രിസ്തു വിശുദ്ധ കന്യകമറിയാമിൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിതമാകുന്ന സമയം മുതൽ ക്രൂശിൽ മരിച്ച് പ്രാണനെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ളതായ തൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ഗ്രഹിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടതിനോട് ബന്ധപ്പെട്ടത് മുഴുവനും വേദപുസ്തകത്തിൽ ആമേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 സുവിശേഷ പുസ്തകങ്ങളിലായിട്ട്. കൂടാതെ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് അപ്പോസ്തലന്മാർ അവരെഴുതിയ ലേഖനങ്ങളിലൂടെയും അവിടങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമ സുവിശേഷ താളുകൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു അവൻ ജീവിച്ചു കാണിച്ചതായ സകല കാര്യങ്ങളും നമുക്ക് പിൻപറ്റാനുള്ള മാതൃകയാണെങ്കിൽ ആ മാതൃകയിൽ ആമേൻ കർത്താവ് ആത്മാവിൽ മറിയയുടെ ഉദരത്തിൽ ജാതനായതിനു ശേഷം പിന്നത്തേതിൽ ലോകത്ത് ജനിച്ചു വീണതിന് ശേഷം തൻ്റെ 30-ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ സ്നാപയോഹന്നാന്റെ കൈക്കീഴിൽ തന്നെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി സ്വർഗം പ്രത്യേകം നിയോഗിച്ചയച്ചതായ അഭിഷക്തന്റെ കൈക്കീഴിൽ സ്വത്രം 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 ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേ, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് യോഹന്നാനെ നമുക്ക് ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് താൻ സ്നാനപ്പെട്ട് കാണിക്കുകയുണ്ടായി. ആ സ്നാനം തളിപ്പാണെങ്കിൽ തളിപ്പ് മതി. ആ സ്നാനം തലേ കോരി ഒഴിച്ചതാണെങ്കിൽ അങ്ങനെ മതി. സ്തോത്രം. അത് മുക്കിയാണെങ്കിൽ നമുക്ക് മുഴുകി സ്നാനം തന്നെ ഏക്കണം. ഞാൻ വായിപ്പിച്ചോട്ടെ. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലെ ആ വാക്യം നമുക്ക് നോക്കാം. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായത്തിൻ്റെ 11 മുതൽ ആരെങ്കിലും പെട്ടെന്ന് വായിച്ചാട്ട്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. 2 വാക്യം കൂടെ മുകളിൽ നിന്ന് വായിക്കാമെങ്കിൽ കുറെ കാര്യം കൂടെ അവിടെ ഗ്രഹിക്കാൻ കഴിയും. വായിച്ചാട്ടെ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. അടുത്തത് യോഹന്നാനോ അവനെ വിലക്കി. അടുത്തത് നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. അടുത്തത് പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അടുത്തത് യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോ സ്തോത്രം. താൻ പാർത്ത ഗലീലയിൽ നിന്ന് സ്തോത്രം കിലോമീറ്ററുകൾ നടന്ന്, വേദശാസ്ത്രികൾ പറയുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് 70 ചില്ലുവാനം കിലോമീറ്ററുകൾ നടന്ന് കാൽനടയായി സ്നാനം നടക്കുന്ന കടവിൽ ആ കാലത്തെ സ്നാനത്തിനായി ദൈവയോഗിക്കുന്ന ക്രിസ്തുവിൻ്റെ മുന്നോടിയായിരിക്കുന്ന സ്നാപയോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേൽക്കാൻ കർത്താവ് വരികയാണ്. കർത്താവ് സ്നാനപ്പെടാൻ ക്യൂ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് കർത്താവ് സ്നാനപ്പെടാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ സ്നാപയോഹന്നാൻ വിലക്കുകയാണ്. കർത്താവേ, നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുകയോ? നിൻ്റെ കൈ കൊണ്ട് എന്നെ സ്നാനപ്പെടുത്തിയാട്ട്. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക യോഹന്നാനെ, ഇങ്ങനെ സകല നീതിയും നിർവഹിക്കുന്നത് നമുക്ക് ഉചിതം. ഒരളവിൽ പറഞ്ഞാൽ നമ്മൾ കാണുന്ന സൈസ് എതിർപ്പല്ലെങ്കിലും അവിടെയും കർത്താവിൻ്റെ സ്നാനത്തിന് മുമ്പാകെ ഒരു ചെറിയ എതിർപ്പുണ്ടായി. യോഹന്നാൻ പറഞ്ഞു, കർത്താവേ, നിന്നെ സ്നാനപ്പെടുത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, നീ എന്നെ സ്നാനപ്പെടുത്തിയാട്ട്. ആ ജാതി ബുദ്ധിമുട്ടല്ല നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്കിലും അവിടെയും സ്നാനത്തിൻ്റെ മുമ്പിൽ ഒരു എതിർപ്പുണ്ട്.
ചില ആളുകൾ പറയും, ഓ ഈ കലക്ക വെള്ളത്തിൽ മുങ്ങുന്നതിനകത്ത് എന്തോ കാര്യം ഇരിക്കുന്നു. അപ്പം ഞാനൊരു എന്നാ ഒന്ന് മുങ്ങിക്കേ, ഒരു കാര്യവും ഇല്ലെങ്കിൽ ഒരു പാസ്റ്ററെ ഞാൻ നിയമിക്കാം, ഒന്ന് മുങ്ങിക്കേ, ധൈര്യമുണ്ടോ? മുങ്ങത്തില്ല. ഉണ്ടോ? നിസാര കാര്യമാണെന്ന് പറഞ്ഞു വെച്ച് പാർട്ടിയോട് പറഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല? മുങ്ങത്തില്ല. അത് തന്നെ അർത്ഥം എന്തുവാ? ഇത് കാര്യമാന്നാ. ഇത് കാര്യമല്ലെന്ന് പറഞ്ഞു വിടുന്നേ ഉള്ളൂ, കാര്യമല്ല. അല്ലെങ്കിൽ ഇത് നിസാര കാര്യമാണെന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷേ നിസാരമായ കാര്യം അനുസരിക്കുന്നതിനോടാ ഭയങ്കര പോര്. ഇതിൻ്റെ പിറകിൽ ആ സകല വഴക്കുകളും കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വല്ലാത്തൊരു വഴക്കിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, വലിയ തർക്കങ്ങൾ കിടക്കുന്നത് ഇതിൻ്റെ മുമ്പിലാണ്. പലരും ഇതിനെ നിസാരമാക്കി കളയുക, ഇതിനെ ലളിതമാക്കി കളയുക, ഇതിനെ ഏതുമില്ലാത്തതാക്കി മാറ്റുക. ലളിതമായൊരു ശുശ്രൂഷയാണ്, ഇതിനെ ഏതുമില്ലാത്തതാക്കി മാറ്റുകയാണ്. ആമീൻ. പക്ഷേ ഈ നിസാര കാര്യത്തിന് വേണ്ടി പലർക്കും ധൈര്യം ഉണ്ടാകുന്നില്ല. കർത്താവിനെയും സ്നാനപ്പെടുത്തുന്ന സമയത്ത് അവർ എന്താ ആമീൻ യോഹന്നാൻ വിലക്കി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. അവിടെ കേട്ടോണം, ഇങ്ങനെ. പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ പറയുമായിരുന്നു, എങ്ങനെ ഇങ്ങനെ, എങ്ങനെ ഇങ്ങനെ, എങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വെള്ളത്തിലിറങ്ങി, എൻ്റെ വാക്കല്ല, വേറെ ദൈവദാസൻ പറഞ്ഞതാണ്. ആമീൻ, സ്തോത്രം. ഞാൻ എങ്ങനെ വെള്ളത്തിലിറങ്ങി അതുപോലെ വെള്ളത്തിലിറങ്ങി, ഞാൻ എങ്ങനെ വെള്ളത്തിൽ മുങ്ങിയോ അതുപോലെ വെള്ളത്തിൽ മുങ്ങി, ഞാൻ എങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയോ അങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി. ഇങ്ങനെ 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 സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം.